ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ദുഃഖിതന്മാരിൽ തലവനായ മാർ ബർസോമ നമ്മളെല്ലാ വിശുദ്ധ കുർബാനയിലും അഞ്ചാം തുത്തേനിൽ കേൾക്കുന്ന ഒരു പേരാണ് ബർസോമ. ആ വിശുദ്ധ പിതാവിൻ്റെ ഓർമ്മയാണ് ഫെബ്രുവരി 3. AD 458 ഫെബ്രുവരി 3 തൻ്റെ 54-ാമത്തെ വയസ്സിൽ താന് ദേഹവാസം വെടിഞ്ഞത്. ബർസോമയെ കുറിച്ച് പറയുന്നത് ദുഃഖിതന്മാരിൽ തലവൻ എന്നാണ്. ഇരുമ്പ് കൊണ്ടുള്ള ഒരു ശരീരാവരണം സൃഷ്ടിച്ച് അതിൻ്റെ മുകളിൽ തോൽ കൊണ്ട് പുതപ്പ് ധരിച്ച് പ്രാർത്ഥനയിൽ മുഴുകിയിരുന്ന ഒരു പരിശുദ്ധ പിതാവായിരുന്നു ബർസോമ. താൻ വളരെ ചെറുപ്പത്തിൽ നിലവിളിച്ചുകൊണ്ട് നടക്കുന്നത് ഒരു താപസ ശ്രേഷ്ഠൻ കാണുകയും നീ കരയുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് യേശു മിശിഹായുടെ അടിമയായി തീരണം എന്ന് തൻ്റെ ആഗ്രഹം അദ്ദേഹത്തോട് പറയുകയും അദ്ദേഹം തന്നെ തൻ്റെ ആശ്രമത്തിൽ കൂട്ടിക്കൊണ്ടു പോവുകയും പ്രാർത്ഥനാ രീതികൾ പഠിപ്പിക്കുകയും ചെയ്തു. കഠിനമായ പ്രാർത്ഥനാ രീതികളിലൂടെ എല്ലായ്പ്പോഴും പ്രാർത്ഥനയിൽ മുഴുകിയിരുന്ന ബർസോമ തൻ്റെ ഗുരുവിൻ്റെ മരണശേഷവും ആ പ്രാർത്ഥനാ ജീവിതം തുടർന്നു. ഒരിക്കൽ രാത്രിയിൽ താൻ പുറത്തിറങ്ങി ആകാശത്തേക്ക് നോക്കി ആകാശത്തിലെ നക്ഷത്രങ്ങളെ കണ്ടപ്പോൾ ദൈവത്തിൻ്റെ ആ മഹിമ എത്ര വലുതാണെന്നും താൻ എത്ര നിസ്സാരനാണെന്നും തിരിച്ചറിഞ്ഞു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും പുറത്തിറങ്ങി നോക്കണം. ഇന്നത്തെ കാലത്ത് ഞാൻ പലരോടും തിരക്കാറുണ്ട്, ആരും തന്നെ പുറത്തിറങ്ങാറുണ്ട്. പക്ഷെ നമ്മൾ ഇറങ്ങുമ്പോഴേ കാറിൽ കയറി പോകുന്നു. എപ്പോഴും താഴെയുള്ള കാഴ്ചകളിലാണ് നമുക്ക് ഉത്സാഹം. എന്നെ കേൾക്കുന്ന നിങ്ങളിൽ എത്ര പേർ അടുത്ത കാലത്തൊരു ഉദയം കണ്ടിട്ടുണ്ട്, ഒരസ്തമയം കണ്ടിട്ടുണ്ട്? നമ്മൾ കാണാതെ എത്രയോ ഉദയങ്ങളും അസ്തമയങ്ങളും കടന്നു പോകും. ആഴ്ചയിൽ ഒരു ഉദയമെങ്കിലും കാണാൻ നമ്മൾ പരിശ്രമിക്കണം, ഒരസ്തമയമെങ്കിലും കാണാൻ പരിശ്രമിക്കണം. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ആകാശത്തിലെ രാത്രി കാഴ്ച കാണണം. ഇതാണ് മനുഷ്യജീവിതത്തിലെ ഏറ്റവും ഭാഗ്യകരമായ കാഴ്ച. ഫേസ്ബുക്കിലെ കാഴ്ചകളോ ടെലിവിഷനിലെ കാഴ്ചകളോ അല്ല. ഏറ്റവും വലിയ കാഴ്ച ആകാശത്തിന്റെ കാഴ്ചയാണ്. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. പകലിന് വാക്ക് പൊഴിക്കുന്നു, രാത്രിക്ക് അറിവ് കൊടുക്കുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല. ഭൂതലത്തിൽ എല്ലായിടത്തും അതിന്റെ അളവുനൂൽ ചെന്നെത്തുന്നു. ദൈവത്തിന്റെ മഹത്വത്തെ നമ്മോട് മൗനമായി സംഭാഷിക്കുന്നു ആകാശം. അപ്പൊ ആകാശത്തിലേക്ക് നോക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കും. ഹൗ ബ്യൂട്ടിഫുൾ. നിങ്ങളിപ്പോ ഇന്ന് വൈകിട്ട് പുറത്തിറങ്ങി ആകാശത്തേക്ക് നോക്കൂ. അബ്രഹാമിനെ കൂടാരത്തിൽ നിന്ന് ദൈവം പുറത്തേക്ക് വിളിച്ചിറക്കിയിട്ട് അബ്രഹാമിന്റെ ദൈവം പറഞ്ഞു, അബ്രഹാം നീ ആകാശത്തേക്ക് നോക്കുക. ബർസോമ ആകാശത്തേക്ക് നോക്കുമ്പോൾ ദൈവം എത്ര വലിയവനാണ്. ഈ കോടാകോടി ഗോളങ്ങളെ മുഴുവൻ ചമച്ച, ഈ അണ്ടകടാഹങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്ന, സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്ന ദൈവം എത്ര വലിയവനാണെന്നും താൻ എത്ര നിസ്സാരനാണെന്നും മനസ്സിലാക്കി അന്ന് ബർസോമ ഒരു തീരുമാനമെടുത്തു. ഈ വലിയ ദൈവത്തിന്റെ മുമ്പിൽ താൻ ഇനി ഇരിക്കുകയില്ല, ബഹുമാന പുരസ്സരം നിൽക്കും. അന്നു മുതൽ തന്റെ ജീവകാലം മുഴുവൻ താൻ നിൽക്കുകയായിരുന്നു. വല്ലാതെ ക്ഷീണിക്കുമ്പോൾ ഒരു പാറയിൽ കുറച്ച് സമയം ചാരി നിൽക്കും, വീണ്ടും നിന്നുകൊണ്ട് പ്രാർത്ഥിക്കും, പ്രാർത്ഥനകൾ ചൊല്ലിക്കൊണ്ടേയിരുന്നു. തന്റെ ശരീരം വിയർത്തൊഴുകുമായിരുന്നു. ചിലപ്പോൾ തന്റെ കണ്ണിൽ നിന്ന് എല്ലായ്പ്പോഴും ബാഷ്പകണങ്ങൾ ഉതിർന്നു വീണുകൊണ്ടിരുന്നു. തന്നിൽ നിന്ന് വലിയ ദിവ്യശക്തി പുറപ്പെട്ടുകൊണ്ടിരുന്നു. അനേക അശുദ്ധാത്മാക്കൾ ബാധിച്ചവർ, രോഗികൾ, മനപീഡിതർ എല്ലാവരും തന്റെ സാന്നിധ്യത്തിൽ സൗഖ്യം പ്രാപിച്ചുകൊണ്ടിരുന്നു. മരിച്ചവർ പോലും തന്റെ സാന്നിധ്യത്തിൽ ഉയർത്തെഴുന്നേറ്റു. താൻ ഇത്ര വലിയൊരു താമസനായിരുന്നെങ്കിലും താൻ ചക്രവർത്തിമാരുടെയും പാത്രീർക്കസുമാരുടെയും ഒക്കെ അടുത്ത സ്നേഹിതനായിരുന്നു. കാരണം തൻ്റെ തപശക്തിയെക്കുറിച്ച് അറിഞ്ഞ് അവരൊക്കെ വളരെ തൻ്റെ സ്നേഹബന്ധം വലിയൊരു പ്രിവിലേജായി അവർ കണ്ടു. എന്നാൽ കൽക്കുദുനിയൻ സുന്നഹദോസ് AD 451 ഉപദേശ വൈരുദ്ധ്യത്തെ സ്ഥാപിച്ചെടുത്ത സുന്നഹദോസ്
AD 451 ആ സുന്നോദോസിന് ശേഷം താൻ വളരെ ദുഃഖിതനായി. സ്വതവേ ദുഃഖിതനായിരുന്ന ബർസൗമ സത്യവിശ്വാസത്തിൽ നിന്ന് സഭയിൽ ഒരു വിഭാഗം അകന്നു പോകുന്നത് കണ്ട് താൻ അതീവ ദുഃഖിതനായി തീർന്നു. ഓറിയന്റൽ ഓർത്തഡോക്സ് നിലപാടിനോട് ആഭിമുഖ്യം പുലർത്തിയ ബർസോമയുടെ ആ നിലപാടിനെ ഒരു ന്യായാധിപൻ അതിക്രൂരമായ വിധത്തിൽ പരിഹസിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്നൊക്കെയുണ്ട്. അന്ന് രാത്രി തന്നെ ആ ന്യായാധിപൻ മരിക്കുകയും ജനങ്ങൾക്ക് വലിയ ഭീതി വരികയും ചെയ്തു. ബർസോമയെ പുറത്താക്കുവാൻ വേണ്ടി സഭ കൂടിയപ്പോൾ തൻ്റെ കുഞ്ഞിന് ലഭിച്ച അത്ഭുത സാക്ഷ്യത്തെക്കുറിച്ച് എടുത്തു പറഞ്ഞ് ഒരു ഫാമിലി അതിനെ ഒബ്ജക്റ്റ് ചെയ്യുന്നുണ്ട്. അതേ തുടർന്ന് ആ ജനങ്ങൾ മുഴുവൻ ബർസോമയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് കൽക്കുദീനെ വിവാഹത്തിന് ഇറങ്ങിപ്പോവുകയൊക്കെ ചെയ്തു. അങ്ങനെ സത്യവിശ്വാസത്തെ ഉറപ്പിക്കുകയും 54 വയസ്സിലെ ഭൂരിപക്ഷം സമയവും നിന്നുകൊണ്ട് പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുകയും അനേക ആയിരങ്ങൾക്ക് രോഗശാന്തിയും ഭൂത ആവിഷ്ടർക്ക് വിടുതലും മരിച്ചവർക്ക് ഉയർപ്പും ഒക്കെ നൽകിയ അത്യത്ഭുതങ്ങളെ ചെയ്ത ദൈവത്തിൻ്റെ ശ്രേഷ്ഠ ഭൃത്യനാണ് മാർ ബർസോമ. ബുദ്ധി ഭ്രമിച്ചു പോകുന്നു. പ്രബലനായ ഈ ഭടൻ ശൈശവം മുതലേ പൂർണ്ണ സുഹൃത വേലക്കാരനായി കാണപ്പെട്ടു. ഇവൻ ലോകാതീതമായ പോരാട്ടത്തിൽ അശരീരിയെ പോലെ ധീരത പ്രദർശിപ്പിച്ചു. സ്വശരീരത്തെ അനാദരിച്ചു. അശരീരികളായ ദൂതന്മാരെ പോലെ ഉയർന്നു. ഭക്ഷണത്തെ വെടിഞ്ഞു. ചാക്കും ഇരുമ്പു ചട്ടയും ധരിച്ചു. രാപ്പകൾ ശക്തിയായ വിവിധ വൈഷമ്യങ്ങളെ സഹിച്ചു. 54 സംവത്സരങ്ങൾ മിക്കവാറും നിന്ന് കഴിച്ചു കൂട്ടി. ദീർഘ പ്രാർത്ഥനയ്ക്ക് നിന്നുകൊണ്ട് തന്റെ ഇരകൾ ക്ഷീണിച്ചു. അഗ്നിച്ചിറകുകളിൽ തിളങ്ങുന്ന രത്നങ്ങൾ പോലെ ബാഷ്പകണങ്ങളെ സദാ വീഴ്ത്തിക്കൊണ്ടിരുന്നു. അസാധാരണമായ വിധത്തിൽ വളരെ നേരം പ്രാർത്ഥനയ്ക്കായി നീണ്ടു നിന്നിരുന്നു. അതിശക്തിയായി ഉയർത്തൊഴുകിക്കൊണ്ടുമായിരിക്കുമായിരുന്നു. രാതോറും നിദ്രാരഹിതനായി ശക്തിയായ ധ്യാനത്തിൽ നിരതനായിരുന്നു. ഉഷ്ണത്തിലും ശീതത്തിലും ഇരുമ്പു തൂണുപോലെ നഗ്നനായി നിൽക്കുമായിരുന്നു. മധ്യാഹ്ന സൂര്യതാപമേറ്റു തന്റെ ദേഹം പൊരിയുമായിരുന്നു. ചൂടിന്റെ ദുസ്സഹ പീഡനത്തിന് തന്റെ മുഖം വിട്ടിരുന്നു. വർഷത്തിന്റെ ഉഗ്രശീതത്തിനും താനിരയായിരുന്നു. ഹിമവും അതിശീതവുമായി സദാ പോരാടിക്കൊണ്ടിരുന്നു. താനാകട്ടെ ദിവ്യാഗ്നിയിൽ ജ്വലിച്ചുകൊണ്ടിരുന്നു. ശീതമാരുതൻ അത്യുഗ്രമായി അടിച്ചാലും സ്നേഹ തീക്ഷ്ണതയാൽ ഉറച്ചു നിന്നും. ഹിമപ്രളയമുണ്ടായാലും ദീർഘനിരക്ക് ഭംഗമില്ലാതെ ദേവസേവ നടത്തിക്കൊണ്ടിരുന്നു. വർഷം തോറുമുള്ള ദുസ്സഹമായ കാലാവസ്ഥകളിൽ മരം പോലെ സകലവും സഹിക്കുമായിരുന്നു. മരുഭൂമിയിലെ ഫലമൂലാദികളെ മാത്രം അല്പാൽപം ആസ്വദിക്കുമായിരുന്നു. തന്നിമിത്തം തന്നെ കർത്താവിന്റെ നിരവധി സമ്പത്തുള്ള ശ്രീഭണ്ഡാരത്തിൽ കലവറക്കാരനായി അവൻ നിയോഗിക്കപ്പെട്ടു. ആത്മീയ ധനത്തിന്റെ വിവിധ പ്രവാഹത്താൽ അവൻ ലോകത്തെ ധന്യമാക്കി. അവൻ മൂലം സ്മൃതിയായി അനുഗ്രഹങ്ങളും വിസ്മയകരമായ രോഗശമനവും ഉണ്ടായിക്കൊണ്ടിരുന്നു. ബർസൗമ എന്ന ഈ പിതാവിന്റെ പേര് ബർസൗമ എന്ന് തന്നെയാണോ എന്നതിൽ പണ്ഡിതന്മാരുടെ ഇടയിൽ ഒക്കെ ചെറിയ തർക്കമുണ്ട്. കാരണം ബർസൗമ എന്ന വാക്കിന്റെ അർത്ഥം ബാർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പുത്രൻ എന്നാണ്. ബാർ യോന ഷീമോനെ എന്ന് പറഞ്ഞാൽ യോനായുടെ പുത്രനായ ഷീമോനെ. ഇപ്പം ബാർ തീമായി എന്ന് പറഞ്ഞാൽ തീമായിയുടെ മകൻ. ബാർ എന്ന് പറഞ്ഞാൽ പുത്രൻ എന്നാണ്. ബർ സൗമ എന്ന് പറഞ്ഞാൽ സൗമായുടെ പുത്രൻ. സൗമ എന്ന് പറഞ്ഞാൽ നോയിമ്പ് എന്നാണ് അർത്ഥം. അപ്പൊ നോയിമ്പിന്റെ പുത്രനാണ് ബർസൗമ. നോയിമ്പിന്റെ പുത്രൻ. അത് അദ്ദേഹത്തിന്റെ കഠിനമായ താപസ ജീവിതം കൊണ്ട് അദ്ദേഹത്തിന് ലഭിച്ച പേരായിരിക്കാം. പിന്നീട് അത് പോപ്പുലറായി തന്റെ യഥാർത്ഥ പേര് തന്നെ ആളുകൾ വിസ്മരിച്ചു പോകുന്ന വിധത്തിൽ ഈ ബർസൗമ എന്ന പേര് പോപ്പുലറായി തീർന്നതായിരിക്കാം എന്നൊരു വിഭാഗം ആളുകൾ അഭിപ്രായപ്പെടുന്നുണ്ട്. ഏതായാലും
വിശുദ്ധന്റെ യഥാർത്ഥ നാമം ഇതായിരിക്കും, ഇതല്ലെങ്കിൽ യഥാർത്ഥ നാമം നമുക്ക് ലഭ്യമല്ല. അത്രമാത്രം തന്റെ പ്രാർത്ഥനാ ജീവിതം തന്റെ പേരിനെ തന്നെ മറച്ചു കളഞ്ഞ പൗലുസ്ലിയ പറയുന്നുണ്ട്, ഇനി ഞാനല്ല എന്നിൽ ക്രിസ്തു ആണ് എന്ന് പറയത്തക്ക വിധത്തിൽ അത്രമാത്രം പ്രാർത്ഥനാ ജീവിതത്തിൽ മുഴുകിയ ഒരു പരിശുദ്ധ പിതാവാണ്. അതുകൊണ്ട് നമ്മുടെ ഓറിയന്റൽ ഓർത്തഡോക്സ് കൂട്ടായ്മയിലെ എല്ലാ സഭകളും ഈ വിശുദ്ധനെ അനുസ്മരിക്കുന്നു. അതുകൂടാതെ മറോണൈറ്റ് സഭക്കാരും ഈ വിശുദ്ധനെ അനുസ്മരിക്കുന്നുണ്ട്. അങ്ങനെ ആ പ്രദേശങ്ങളിൽ, ആ കാലഘട്ടങ്ങളിൽ ഏറ്റവും കീർത്തിപ്പെട്ട പുരുഷനായിരുന്നു. 54-ാമത്തെ വയസ്സിൽ താൻ ശരീരവാസം വെടിഞ്ഞു. എങ്കിലും ഇന്നും വിശുദ്ധന്മാരുടെ നിരയിൽ ശോഭിക്കുന്ന ഒരു രത്നമായിരിക്കുന്നു. ശ്മീശത്തിൽ ജന്മം പൂണ്ട താപസശ്രേഷ്ഠ പുണ്യഗുരോ, ധന്യമതാം ഈ പെരുന്നാളിൽ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കാം. നോമ്പിൻ തനയ ബർസൗമാ, നോമ്പാൽ നീ നേടിയെടുത്ത മാനസശാന്തിയും ശുദ്ധിയതും ഞങ്ങൾക്കായി നീ നൽകണമേ. തിരുനാമത്തെ പാടിയിടും നിൻ തിരുസുതരാം ഞങ്ങളിതാ, തിരുമുമ്പിൽ വന്നിടുന്നു, നിൻമുഖമടിയനും മറക്കരുതേ. തന്റെ കർത്താവിനെ കാണുവാനും ലോകത്തിന്റെ മോഹങ്ങളും ലോകത്തിന്റെ സുഖങ്ങളും വെടിഞ്ഞ് കർത്താവിനോട് ചേരുവാൻ കാംക്ഷിച്ചുകൊണ്ട് സദാസമയം കണ്ണുനീരൊഴുക്കിക്കൊണ്ട് കൂടുതൽ സമയം നിന്നുകൊണ്ടൊക്കെ പ്രാർത്ഥിച്ച ആ വിശുദ്ധൻ. നമ്മൾ സുറിയാനി സഭയിലെ പ്രാർത്ഥനകൾ നിന്നുകൊണ്ടാണ്. പലപ്പോഴും നമുക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് നിൽക്കാൻ തോന്നുന്നില്ല, അല്ലെങ്കിൽ പലപ്പോഴും ആളുകൾ അത് പ്രിഫർ ചെയ്യുന്നില്ല. എന്നാൽ എൻ്റെ ദൈവത്തിന് മുമ്പിൽ ഞാൻ നിൽക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞ് ഉറക്കത്തെ പോലും തടഞ്ഞ് രാപ്പകൽ നിന്നുകൊണ്ട് 54 സംവത്സരം നിന്നു മാത്രം അല്പസമയം പാറയിൽ ചാരിയും നിന്ന് പ്രാർത്ഥിച്ച പിതാക്കന്മാർ. ഇങ്ങനെയുള്ള വിശുദ്ധ പിതാക്കന്മാരാണ് സഭയുടെ അദൃശ്യ മണ്ഡലത്തിൽ നിൽക്കുന്നത്. സഭയ്ക്ക് ദൃശ്യമായ മണ്ഡലവും അദൃശ്യമായ മണ്ഡലവുമുണ്ട്. ആ അദൃശ്യമായ മണ്ഡലത്തിൽ അവരാണ് നിൽക്കുന്നത്. ഈ പിതാവിൻ്റെ ഓർമ്മ, നമ്മൾ എല്ലായ്പ്പോഴും പറയുന്ന പോലെ നീതിമാന്റെ ഓർമ്മ നമുക്ക് വാഴ്വിനായി തീരും. ഈ നോയമ്പിന്റെ പുത്രന്റെ ഓർമ്മ ഈ വർഷം വിശുദ്ധ 3 നോയമ്പിന്റെ ആരംഭ ദിവസത്തിൽ തന്നെ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വിശുദ്ധ 3 നോയമ്പ് എന്തുകൊണ്ടും നമുക്ക് അനുഗ്രഹമാണ്. കാരണം ശ്രേഷ്ഠമായ ഭാഗ്യകരമായ പരിശുദ്ധ നോയമ്പ് വന്നിരിക്കുന്നു. അതേ ദിവസം തന്നെ നോയമ്പിന്റെ പുത്രന്റെ ഓർമ്മ ദിവസവും ഒരുമിച്ച് വന്നിരിക്കുന്നു. അതുകൊണ്ട് എല്ലാം കൊണ്ടും വിശ്വാസികൾക്ക് ഈ നോയമ്പ് വലിയ അനുഗ്രഹമായി തീരട്ടെ. നമ്മുടെ ബർസോമയുടെ പ്രാർത്ഥനകൾ നമുക്ക് കോട്ടയായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ബർസോമയെക്കുറിച്ചുള്ള വിവരങ്ങൾ, അദ്ദേഹത്തിൻ്റെ ലഘു ജീവചരിത്രം നമുക്ക് ലഭ്യമാണ്. സുറിയാനി സഭയിലെ വിശുദ്ധന്മാരുടെ എല്ലാ വിശുദ്ധന്മാരുടെയും രക്തസാക്ഷികളുടെയും ജീവചരിത്രം നമ്മുടെ സുറിയാനി സഭയിലെ ഒരു ബഹുമാന്യ വൈദികൻ എഴുതിയ ഗ്രന്ഥമുണ്ട്. സുറിയാനി സഭയിലെ വിശുദ്ധന്മാരുടെയും രക്തസാക്ഷികളുടെയും ജീവചരിത്രം. മാണിരാജൻ അച്ഛൻ്റെ ഒരു ഗ്രന്ഥമുണ്ട്. അതെല്ലാ സ്റ്റോപ്പുകളിലും അവൈലബിൾ ആണ്, ഓൺലൈനിലും ലഭ്യമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ഹൈമിനുത്ത് ആത്മനോട് ചോദിച്ചാൽ അദ്ദേഹം അയച്ചു തരും. ഈ വിശുദ്ധന്മാരെ പല ആളുകളും ചോദിക്കുന്നുണ്ട് വിശുദ്ധന്മാരെ കുറിച്ചുള്ള വിവരങ്ങൾ എവിടെയാണ് കിട്ടുന്നത്. അത് ചില ആളുകൾക്ക് മാത്രം കിട്ടുന്നു, ഇതെങ്ങനെ പ്രത്യേക ഒരു സ്ഥലത്ത് പോയി കിട്ടുന്നൊന്നുമല്ല. അത് പുസ്തകമായിട്ട് അവൈലബിൾ ആണ്, നിങ്ങൾക്ക് വായിക്കാം. ഈ ബർസോമയുടെ ചരിത്രവും കുറെ കൂടെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് ആ പുസ്തകത്തിൽ വളരെ ഭംഗിയായി അവതരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഈ വിശുദ്ധന്മാരെ അനുസ്മരിക്കുന്നതിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഓരോ പ്രാവശ്യവും ഈ വിശുദ്ധന്മാരെ കുറിച്ച് ലൈവ് ചെയ്യുന്നത്. സാധിക്കുന്നിടത്തോളം വിശുദ്ധന്മാരെ കുറിച്ച് ലൈവ് ചെയ്യുന്നു. നിശ്ചയമായിട്ടും അവരെ കുറിച്ച് പറയുന്നത് നമുക്ക് വലിയ ഒരു അനുഗ്രഹം കൊണ്ടുവരും. അത് കേൾക്കുന്നത് നമുക്ക് അനുഗ്രഹം കൊണ്ടുവരും. കാരണം കർത്താവ് അത് ഇഷ്ടപ്പെടുന്നു. ഗോഡ് ഡിലൈറ്റ്സ് ഇൻ ഇറ്റ്. കാരണം എന്താ? ദൈവത്തിന്റെ തിരുവെഴുത്തിൽ നമ്മൾ വായിക്കുന്നു, തന്റെ ദാസന്റെ ശ്രേയസിൽ
പ്രസാദിക്കുന്ന യഹോവ വാഴ്ത്തപ്പെട്ടവനാകുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ഭൃത്യന്മാർ ഉയർത്തപ്പെടുന്നതിൽ ദൈവമാണ് പ്രശംസിക്കപ്പെടുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഒരാളെ ഇന്ത്യയിലേക്ക് അയക്കുമ്പോൾ ആ അയക്കപ്പെട്ട വ്യക്തി എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളത് ട്രംപ് എങ്ങനെ ആദരിക്കപ്പെടുന്നു എന്നതിൻ്റെ സൂചനയാണ്. അപ്പോൾ അയക്കപ്പെട്ടവനെ ആദരിക്കുമ്പോൾ അയച്ചവനെയാണ് ആദരിക്കുന്നത്. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, പ്രവാചകൻ എന്ന് വെച്ച് പ്രവാചകനെ കൈക്കൊണ്ടാൽ കൈക്കൊള്ളുന്നവന് പ്രവാചകന്റെ പ്രതിഫലം നിശ്ചയമായി ലഭിക്കും. അതുകൊണ്ട് ഈ കർത്താവിൻ്റെ ദാസൻ എന്ന നിലയ്ക്ക്, അതുകൊണ്ടാണ് മറിയ ഭരണി പൊട്ടിച്ച ഒരു കാര്യം പോലും കർത്താവ് പറഞ്ഞത്, നീ എനിക്ക് വലിയ കാര്യം നന്മയാണ് എൻ്റെ എങ്കൽ ചെയ്തിരിക്കുന്നത്, ഭൂമിയിൽ സുവിശേഷം പ്രസംഗിക്കുന്ന കാലത്തോളം നീ ചെയ്തതും അനുസ്മരിക്കപ്പെടും. അപ്പം അത്രയും നിസ്സാരമായ ഒരു കാര്യമാണ്, അതുപോലും അനുസ്മരിക്കപ്പെടും എന്നാണ് പറഞ്ഞത്. അപ്പോൾ കർത്താവിൻ്റെ ശ്രേഷ്ഠ ഭൃത്യന്മാർ അനുസ്മരിക്കപ്പെടുന്നത് എത്ര അധികമാണ്. കണ്ടാലും ഇതുമുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും എന്നാണ് പരിശുദ്ധ ദൈവമാതാവായ വിശുദ്ധ കന്യാമറിയാം നാം ഓർമ്മിപ്പിച്ചത്. അപ്പോൾ മഹാഭാഗ്യവതി നിത്യകന്യയുമായ മറിയത്തിനോടൊപ്പം കർത്താവിൻ്റെ സഭയിൽ എല്ലാ വിശുദ്ധന്മാരെയും എല്ലാ സഹതന്മാരെയും അനുസ്മരിക്കുന്നത്, മൗദ്യാനന്മാരെയും ഒക്കെ അനുസ്മരിക്കുന്നത്, സാക്ഷ്യം ചെയ്തവർ, വിറ്റ്നസ് സാക്ഷ്യം ചെയ്തവർ, അങ്ങനെയുള്ളവരെയും അനുസ്മരിക്കുന്നത്, കൺഫസേഴ്സ് സാക്ഷ്യം കൊടുത്തവർ, വിശ്വാസത്തെ ഏറ്റുപറഞ്ഞവർ, അങ്ങനെയുള്ളവരെ അനുസ്മരിക്കുന്നത് നിശ്ചയമായും നമുക്ക് അനുഗ്രഹമാണ്. അതാണ് നമ്മുടെ സഭയുടെ ഭാര്യം, ഇതാണ് ട്രൂ ഓർത്തഡോക്സി. എന്നാൽ ഇത് പല ആളുകൾക്കും ഇന്ന് അറിയത്തില്ല, അല്ലെങ്കിൽ അവരത് തെറ്റാണെന്ന് ചിന്തിക്കുന്നു. കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ ചോദിച്ചു, ഇതൊക്കെ എങ്ങനെ വിശ്വസിക്കും? അപ്പം സത്യത്തിൽ അവർ ദൈവവിശ്വാസികളല്ല എന്നുള്ളതാണ് പരമാർത്ഥം. ഇപ്പം ഞാനൊരു വിഭാഗത്തെ കുറ്റം പറയുന്നതല്ല, നമ്മൾ ദൈവത്തെ എങ്ങനെയാണ് അറിയുന്നത്? പരിശുദ്ധ ദൈവമാതാവിലും വിശുദ്ധന്മാരിലും സഹതന്മാരിലും ഒന്നും നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം ഒന്നേ ഉള്ളൂ, നമ്മൾ ദൈവത്തിലും വിശ്വസിക്കുന്നില്ല. ദൈവത്തെ ഒരു കൺസെപ്റ്റാണ്, നമുക്ക് ഒരു കോൺസെപ്റ്റ് മാത്രമാണ് ദൈവം. ദൈവം ഒരു ലിവിങ് റിയാലിറ്റി അല്ല. ഇത് ലിവിങ് റിയാലിറ്റി ആണെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ വിശുദ്ധന്മാരിൽ വിശ്വസിക്കാൻ പറ്റും. യേശു കർത്താവ് തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും ഭൗമിക ജീവിതത്തിലെ ഏറ്റവും സന്നിഗ്ധാവസ്ഥ വന്നപ്പോൾ പ്രാർത്ഥനയ്ക്കായി തൻ്റെ ശിഷ്യന്മാരിൽ 3 പേരെ വിളിച്ചു. യാക്കോബും യോഹന്നാനും പത്രോസും. ഇവരെ 3 പേരെയും കൊണ്ട് മലയുടെ മുകളിൽ പോയി. പക്ഷെ 3 പേരും ഉറങ്ങിപ്പോയി. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഉണർന്നിരുന്ന 1 നാഴിക എന്നോടുകൂടെ ഉണർന്നിരിക്കുക. പക്ഷെ അവരെ കൊണ്ട് സാധിച്ചില്ല, അവർ ഉറങ്ങിപ്പോയി. ഇന്നിപ്പോൾ ലോകത്തിലെ പ്രാർത്ഥനയ്ക്കായിട്ട് വിശുദ്ധന്മാരോടുള്ള മധ്യസ്ഥതയെ പരിഹസിക്കുന്നവർ, പരിശുദ്ധ ദൈവമാതാവിനോടുള്ള അപേക്ഷകളെ പരിഹസിക്കുന്നവർ, അങ്ങനെയൊക്കെയുള്ള വിഭാഗങ്ങളുണ്ട്. അവരുടെ എല്ലാം പരസ്യങ്ങളിൽ നമുക്ക് കാണാം പ്രയർ ടവർ എന്നൊരു സങ്കല്പം, അല്ലെങ്കിൽ പ്രയർ ടവർ എന്ന ഒരു സംഭവം. അപ്പോൾ വിളിക്കുക, പ്രാർത്ഥനയ്ക്കായി വിളിക്കുക, പ്രയർ ടവർ. ഇപ്പം അവിടെ ഇവിടെ ഓരോ ഫോണിൽ കുറേ ആളുകൾ ഫോൺ എടുക്കുന്നു, പ്രാർത്ഥനാ വിഷയങ്ങൾ എഴുതിയെടുക്കുന്നു, ശരി എന്ന് പറയുന്നത് ഞങ്ങൾ പ്രാർത്ഥിച്ചേക്കാം. അപ്പം എന്തിനാണ് അങ്ങനെ ഒരു സംവിധാനം? അപ്പം മാനുഷികമായ ഒരു കാര്യമാണ്. എന്നാൽ അതിനേക്കാൾ എത്രയോ ശക്തവും ഫലപ്രദവുമായ പ്രയർ ടവറുകളാണ് നമ്മളുടെ ഓരോ വിശുദ്ധന്മാരും. അതുകൊണ്ട് നമ്മുടെ സഭയാണ് പ്രാർത്ഥിക്കുന്നത്. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. ടവർ എന്ന് പറഞ്ഞാൽ ഗോപുരം, കോട്ടയുടെ ഭാഗമാണ്. അപ്പോൾ ഇവര് പ്രാർത്ഥനാ കോട്ടകൾ ഉണ്ടെന്ന് പറഞ്ഞ് ഫോൺ നമ്പറുകൾ വിതരണം ചെയ്യുമ്പോൾ നമുക്ക് വിശുദ്ധ ദൈവമാതാവിൻ്റെയും വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകൾ നമുക്ക് കോട്ട തന്നെയാണ്, കവചം തന്നെയാണ്. അപ്പോൾ അതിൽ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ സ്ഥിരമായി ലൈവ് ചെയ്യുന്ന ഒരു സുഹൃത്ത്, അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. എന്നാ 2-3 പേര് ഒരുമിച്ച് വന്നാൽ തന്നെ അവരോട് 2 പേരോട് സംസാരിക്കാൻ കഴിവില്ലാത്ത മറിയം 200 കോടി ആളുകളുടെ പ്രാർത്ഥനയ്ക്ക് എങ്ങനെ ആണ് ആ പ്രാർത്ഥനകളെല്ലാം ചെയ്യുന്നത്? അത് വളരെ ബാലിശമായ സംശയമാണ്. അതേക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. കാരണം നമ്മൾ ഈ നിൽക്കുന്ന മണ്ഡലത്തിലല്ല അവർ നിൽക്കുന്നത്, അഥവാ 3 ഡയമെൻഷണൽ വേൾഡിലാണ് നമ്മൾ നിൽക്കുന്നത്. അത് നമ്മൾ അല്പം
ഗണിതശാസ്ത്ര തത്വങ്ങൾ മനസ്സിലാകുന്നവർക്ക് മനസ്സിലാകും. ഡയമെൻഷൻ അഥവാ മാനങ്ങൾ പലതുണ്ട്. ഒരു മാനം എന്ന് പറഞ്ഞാൽ ഒരു ബിന്ദുവാണ്. രണ്ട് മാനം, ദ്വിമാനം. ദ്വിമാനം എന്ന് പറഞ്ഞാൽ രണ്ടളവാണ്, നീളവും വീതിയും ഉള്ള ഒരു പ്രതലമാണ്. ത്രിമാനം എന്ന് പറയുമ്പോൾ മൂന്നളവാണ്, നീളം, വീതി, ഉയരമാണ്. അപ്പം ഒരു ബിന്ദുവുണ്ട്, ഒരു ഏകമാന ഒരു രേഖയുണ്ട്, ദ്വിമാനമായിട്ട് ഒരു കടലാസ വല്ലതുണ്ട്, ത്രിമാനമായിട്ട് നമുക്കൊരു ബോക്സ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളെ നമ്മൾ മനസ്സിൽ വെച്ചാൽ, ഈ ഒരു ബിന്ദു ഒരു രേഖ വെച്ചാൽ ഈ ബിന്ദുവിനെ, ഈ രേഖയ്ക്ക് അനന്തകോടി സ്ഥലങ്ങളിൽ മീറ്റ് ചെയ്യാൻ പറ്റും. ശ്രദ്ധിക്കുക, ഒരു ബിന്ദുവിനെ ഒരു രേഖയ്ക്ക് കോടിക്കണക്കിന് സ്ഥലങ്ങളിൽ മീറ്റ് ചെയ്യാൻ പറ്റും. അഥവാ ഈ ബിന്ദു ഈ ഒരു രേഖയിൽ കോടിക്കണക്കിനുണ്ട്. ഇനി അടുത്തത്, ഒരു രേഖ ഒരു പ്രതലത്തിൽ വെച്ചാൽ, ഒരു പേപ്പർ അല്ലെങ്കിൽ ഒരു പ്ലെയിൻ, ആ പ്ലെയിനിൽ ഒരു രേഖ എടുത്തു വെച്ചാൽ ഇൻഫിനിറ്റ് ടൈംസ് രേഖകൾക്ക് ആ പേപ്പറിനെ മീറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ആ പേപ്പറിന് ഇൻഫിനിറ്റ് ടൈംസ് രേഖകളെ മീറ്റ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത്, ഒരു പേപ്പർ എടുത്തു വെച്ചാൽ, ഒരു ബോക്സ് വെച്ചാൽ ഇൻഫിനിറ്റ് ടൈംസ് പേപ്പറുകളെയാണ് ഈ ബോക്സിന് മീറ്റ് ചെയ്യാൻ പറ്റുന്നത്. കാരണം അത് ത്രിമാനമാണ്. അതുപോലെ ഫോർത്ത് ഡയമെൻഷനിൽ ഉള്ള ഒരാൾക്ക് തേർഡ് ഡയമെൻഷനെ ഇൻഫിനിറ്റ് പ്ലേസിൽ മീറ്റ് ചെയ്യാൻ പറ്റും. അതിന് പ്രത്യേകിച്ച് ഒരു എക്സ്ട്രാ എഫോർട്ട് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്നവർ ഫോർത്ത് ഡയമെൻഷനിൽ എത്തിയാൽ തന്നെ ഈ ഭൂമിയിലുള്ള മുഴുവൻ പേരെയും അവർക്ക് മീറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും. അപ്പോൾ ഫിഫ്ത്ത് ഡയമെൻഷനാണ് പറയേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ സിക്സ്ത് ഡയമെൻഷനിലാണേലോ, നമ്മൾ nth ഡയമെൻഷനിലേക്ക് പോയാലോ? അപ്പൊ സ്വർഗം അഥവാ ദൈവം ഏത് ഡയമെൻഷനിലാണ് എന്ന് നമുക്ക് മാനുഷിക ബുദ്ധിക്ക് ഗ്രഹിക്കുക അസാധ്യമാണ്. സോ വാങ്ങിപ്പോയിരിക്കുന്ന വിശുദ്ധന്മാർ ദൈവത്തോട് ചേർന്നാണ്. അവർ നമ്മുടെ ബുദ്ധിക്ക് സുഗ്രാഹ്യമല്ലാത്ത അത്യുന്നതമായ സ്വർഗത്തിലാണ്. ആ സ്വർഗത്തിൽ നിന്നാണ് അവർ സഭയെ മീറ്റ് ചെയ്യുന്നത്, ഈ ഭൂമിയെ സന്ദർശിക്കുന്നത്. അതേക്കുറിച്ചാണ് വളരെ ഭംഗിയായിട്ട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ആ വാക്യം വായിക്കുന്നില്ല. സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതം എന്ന് പറഞ്ഞ ഒരു വാക്യം എബ്രായ ലേഖനം 12 അവിടെ തൊട്ട് നിങ്ങൾ താഴോട്ട് വായിക്കുമ്പോൾ ആ സ്വർഗീയ യെരൂശലേം നമ്മെ സന്ദർശിക്കുന്നതിനെ കുറിച്ച് വളരെ ഭംഗിയായി എഴുതിയിട്ടുണ്ട്. അവിടെ വിശുദ്ധന്മാർ, നീതിമാന്മാരുടെ ആത്മാക്കൾ, ദൈവത്തിന്റെ ദൂതൻ സൈന്യം, ആദിജാതന്മാരുടെ സഭ, ക്രിസ്തുവിന്റെ രക്തം, ഇതെല്ലാം അവിടെ സന്നിഹിതമാകുന്നുണ്ട്. അപ്പോൾ വലിയൊരു അസംബ്ലിയാണ്, ഹെവൻലി അസംബ്ലിയാണ് സഭയെ മീറ്റ് ചെയ്യുന്നത്. അവിടെ നമ്മുടെ പ്രാർത്ഥനകൾ ഫലവത്തായി തീരുകയാണ്. കുറച്ചു മുമ്പേ ഞാൻ നോയമ്പിനെ കുറിച്ച് സംസാരിച്ചു. നമ്മുടെ ബന്ധനങ്ങൾ അഴിയുന്ന സ്ഥലം, നമ്മുടെ കെട്ടുകൾ, നുഖത്തിന്റെ അമ്മിക്കയറുകൾ അഴിഞ്ഞു പോകുന്നത്, അത് മാനുഷികമായിട്ടല്ല, പൈശാചിക ശക്തികൾ തകരുന്നത്, ഇതെല്ലാം നോയമ്പാണ്. നോയമ്പ് ശക്തമായ ആയുധമാണ്. അതുപോലെ തന്നെ ഡെലിവറൻസ് ആവശ്യമുള്ളവർ, ഇന്ന് പലരും ന്യൂ ജനറേഷൻ പെൻറ്റക്കോസ്റ്റൽ മൂവ്മെന്റുകളിലേക്കൊക്കെ പോകുന്നുണ്ട്. ഞാൻ ആ കാര്യങ്ങളിലെല്ലാം വളരെയധികം ഇൻവോൾവ് ആകുകയും അങ്ങനെയുള്ള ഈ ദുഷ്ടശക്തികളുടെ സ്വാധീനങ്ങളിൽ നിന്ന് ആളുകൾ വിമോചിതരാകുവാൻ തക്കവണ്ണമുള്ള പ്രാർത്ഥനകളും അതേക്കുറിച്ചുള്ള പഠനങ്ങളും ഗവേഷണങ്ങളും ഒക്കെ വളരെ നടത്തിയിട്ടുണ്ട്. കേവലമായി ആളുകൾക്ക് വേണ്ടി ഒരു പ്രാർത്ഥന നടത്തി പണം അവരിൽ നിന്ന് വാങ്ങുക എന്നുള്ളതിലുപരിയായിട്ട് ആത്മീകമായ യാഥാർത്ഥ്യം, അതെ ഞാൻ വളരെയധികം ആരാഞ്ഞറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്രിസ്തീയമായ സഭയിൽ ഏറ്റവും ശക്തിയുള്ള ഒരു കാര്യം ഞാൻ എൻ്റെ പഠനത്തിൽ കണ്ടെത്തിയത്, ഇറ്റ് ഈസ് മൈ കൺവിക്ഷൻ, ദ മോസ്റ്റ് പവർഫുൾ, ഇത് നിങ്ങൾ ഓർത്തിരിക്കണം, ഏറ്റവും ശക്തിയുള്ള സംഭവം, അതായത് നമ്മുടെ ശത്രുപാളയത്തിൽ അതിശക്തമായ ഒരു ബോംബ് സ്ഫോടനം നടത്തി ഒരു മാരക പ്രഹരമേൽപ്പിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ആത്മീക അഭ്യാസം, ആ ആത്മീക അഭ്യാസമാണ് നമ്മുടെ സഭയുടെ ധൂപപ്രാർത്ഥന. ആ ധൂപപ്രാർത്ഥനയിലാണ് ഏറ്റവും ശക്തി വെളിപ്പെടുന്നത്. അതുകൊണ്ട് ധൂപപ്രാർത്ഥനയിൽ ഇൻവോൾവ് ആവുന്നവർ
അതിൻ്റെ ആ ഗൗരവം മനസ്സിലാക്കണം. അതുപോലെ തന്നെ ധൂപപ്രാർത്ഥന നടത്തുന്ന ബഹുമാനപ്പെട്ട വൈദികർ, ഞാൻ ഈ അടുത്ത കാലത്ത് ചില പള്ളികളിൽ പോയി എന്തോ ഒരു സാധനം ഇങ്ങനെ ആട്ടുന്നത് കാണാം എന്നുള്ളതല്ല, ഒരു ധൂപവും വരുന്നില്ല. അപ്പോൾ ഒരു പള്ളിയിൽ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവിടെയൊക്കെ സ്മോക്ക് അലാം വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഒരു ഇലക്ട്രോണിക് ധൂപക്കുറ്റി ഇങ്ങനെ അനക്കാണ് അവിടെ ധൂപമരത്തിൽ. അപ്പം ഇതിനകത്ത് പർപ്പസ് ഉണ്ട്. ധൂപവും ദീപവും കൂടെ ചേരുമ്പോഴാണ് ഭൗമമണ്ഡലം ആത്മമണ്ഡലത്തെ സ്പർശിക്കുന്നത്. അതാണ് ഏറ്റവും ശക്തമായ ആത്മമണ്ഡലത്തിലേക്ക് സഭ എലിവേറ്റ് ചെയ്ത് കയറുകയാണ്. അതുകൊണ്ട് ഈ സഭയ്ക്ക് ഉയരാൻ വേണ്ടിയാണ് ഇത്, ചുമ്മാ തമാശന് വെച്ചിരിക്കുന്നത്. ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ പള്ളിയിലുള്ള ഒരു കപ്പേൽ എത്ര മഴയാണെങ്കിലും അപ്പം ഞാൻ ഓർക്കും ഇദ്ദേഹത്തിന് വേറെ ഒരു പണിയില്ലെന്ന് ഓർക്കും. കാരണം ഈ മഴയുള്ള സമയത്ത് ഈ ചിരട്ട കത്താൻ ബുദ്ധിമുട്ടാണ്. ഈ ചിരട്ട കത്തിച്ച് കൂനയാക്കിയിട്ട് ഈ ധൂപക്കുറ്റി അങ്ങോട്ട് ഈ ചിരട്ടക്കാനിൽ അങ്ങോട്ട് നിറച്ചിട്ട് അതിനകത്ത് കുന്തിരിക്കാൻ വാരിയിട്ടിട്ട് ആ ധൂപപ്രാർത്ഥനയുടെ സമയത്ത് വീശുന്നുണ്ട്. അപ്പോൾ പള്ളിക്കകം മുഴുവൻ ഈ ധൂപം നിറയും. അപ്പം അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാകണമെങ്കിൽ ധൂപപ്രാർത്ഥന കേവലം ആ പ്രാർത്ഥന ചൊല്ലുന്നില്ലല്ല, ധൂപം നിറഞ്ഞിരിക്കണം. അതിൽ നിങ്ങൾ ശ്രദ്ധാലുവാണ്. കാരണം നിങ്ങൾ എത്രയോ പണം മുടക്കുന്നു ഒരു നിസ്സാര കാര്യത്തിൽ. ഒരല്പം പണവും ഒരല്പം എഫോർട്ട്, ഇന്നത്തെ കാലത്ത് പണം ഒരു പ്രശ്നമല്ല, പക്ഷേ ഒരല്പം എഫോർട്ടൂടെ എടുത്താൽ നിങ്ങളുടെ ധൂപപ്രാർത്ഥനകൾ മാരക പ്രഹരം ശത്രുവിൻ്റെ പാളയങ്ങളിൽ ഏൽപ്പിക്കാൻ കഴിയും. കാരണം ആ ധൂപപ്രാർത്ഥന അത്ര ശക്തിയുള്ളതാണ്. ഇത് ഞാനൊരു ഓർത്തഡോക്സി സ്റ്റുഡൻ്റ് എന്ന നിലയ്ക്ക് മാത്രം പറയുന്ന ഒരു കാര്യമല്ല. ഇപ്പോൾ ഈ പറയുന്ന ഈ കാര്യം കഴിഞ്ഞ 25 വർഷത്തെ എൻ്റെ ആത്മീക അന്വേഷണത്തിൻ്റെ ആകത്തുകയായി ഞാൻ കണ്ടെത്തിയൊരു സത്യമാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഇതൊരു പക്ഷേ നിങ്ങൾക്കൊരു കേവലം ഒരു സുറിയാനി പുരോഹിതനിൽ നിന്നോ സുറിയാനി സഭയുടെ ഒരു പ്രതിനിധിയിൽ നിന്നൊന്നും കേൾക്കാൻ കഴിയാത്ത കാര്യമാണ്. കാരണം എൻ്റെ വിശാലമായ ആത്മീക അന്വേഷണത്തിൽ സ്പിരിച്വാലിറ്റിയിലൂടെ ഞാൻ സഞ്ചരിച്ചു. വിവിധ മതങ്ങളുടെ, പെന്തക്കോസ്തലിസത്തിൻ്റെ, ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റിയുടെ എല്ലാ മേഖലകളിലൂടെ സഞ്ചരിച്ച് പഠനത്തിൻ്റെയും മനനത്തിൻ്റെയും ഗവേഷണത്തിൻ്റെയും അല്ലെങ്കിൽ ട്രയൽ ആൻഡ് എറർ മെത്തേഡുകളുടെയും എല്ലാം അടിസ്ഥാനത്തിൽ ഞാൻ എത്തിയൊരു കൺക്ലൂഷനാണ്. ദാറ്റ് ഈസ് മോസ്റ്റ് പവർഫുൾ. അല്ല, നിങ്ങൾ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കുക. വൈദികരായാലും ഇടവക വിശ്വാസികളായാലും, നിങ്ങൾക്ക് ചെറിയ ഇടവകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് വളരെ കൃത്യമായി പരീക്ഷിക്കാൻ കഴിയും. വലിയ പള്ളികളുടെ കാര്യമല്ല. നിങ്ങളൊരു ചെറിയ പള്ളിയാണെങ്കിൽ നിങ്ങൾ അടുത്ത ആഴ്ച മുതൽ നിങ്ങളുടെ ധൂപപ്രാർത്ഥന ഒന്ന് കൂടുതൽ ശ്രദ്ധിച്ചു നോക്കുക. ധൂപപ്രാർത്ഥനയിൽ ധൂപം നന്നായി നിറയ്ക്കുവാൻ അവിടെ നമ്മൾ തിരുവെഴുത്തി വായിക്കുന്നുണ്ട്. നിങ്ങൾ യെശയ്യായുടെ പ്രവചനം 6-ാം അധ്യായം വായിക്കണം. അവിടെ എഴുതിയിരിക്കുന്നത് ആലയം പുക കൊണ്ട് നിറഞ്ഞു. മനസ്സിലായോ? ആലയം പുക കൊണ്ട് നിറഞ്ഞു, അങ്ങനെ എഴുതിയിരിക്കുന്നത്. അപ്പൊ ആലയം പുക കൊണ്ട് നിറയണം. അപ്പൊ അമേരിക്കൻ പള്ളികളൊക്കെ ആണെങ്കിൽ നിങ്ങൾ സ്മോക്ക് അലാമൊക്കെ ഓഫ് ചെയ്തിട്ട് നിങ്ങൾക്ക് അനുഗ്രഹം വേണം. അല്ല ഒരു നാടകത്തിൽ പങ്കെടുക്കുക അല്ലെങ്കിൽ ടൈം പാസ് ചെയ്യാതാണെങ്കിൽ ഓക്കെ, യു ക്യാൻ ഡൂ ദാറ്റ്. അപ്പം ഈ ഹൈമനൂത്തോ പോലെയുള്ള ഗ്രൂപ്പുകൾ ഇപ്പം എന്നോട് ലൈവ് ചെയ്യാൻ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അതിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതാണ് നിങ്ങൾക്ക് അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ. അപ്പം നിങ്ങൾക്ക് ശക്തമായ കവചം. കാരണം പലതരത്തിലുള്ള അറ്റാക്കുകൾ സഭയ്ക്ക് നേരെ വരുമ്പോൾ, സഭാ മക്കൾക്ക് നേരെ വരുമ്പോൾ നിങ്ങൾ ഈ ധൂപപ്രാർത്ഥനയിൽ ശ്രദ്ധിക്കുക. ധൂപപ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിശുദ്ധന്മാർ മുഴുവൻ അങ്ങ് സന്നിഹിതരാകുന്ന ആ സമയമാണ്. ആ സമയത്ത് ധൂപത്തിന്റെ അകമ്പടിയോടുകൂടെ നിങ്ങൾ പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ, പ്രാർത്ഥനയിൻ സമയമീതല്ലോ മോർഗി വറുഗീസ്, നിങ്ങൾ മനസ്സിലാക്കണം. ആ ഹെവൻലി അസംബ്ലി അങ്ങ് ജാഗരൂകരാകുകയാണ് ആ സമയത്ത്. നിങ്ങൾ ഈ ഐക്യരാഷ്ട്ര സഭയുടെ ഒക്കെ ഇതിൽ കണ്ടിട്ടില്ല. അപ്പം ഒരാളെ മറ്റും ആദരിക്കുമ്പോൾ ഒരു സ്റ്റാൻഡിങ് ഓവേഷൻ, എല്ലാവരും കൂടെ എഴുന്നേറ്റ് ഇങ്ങനെ ക്ലാപ്പ് ചെയ്യുന്ന എഴുതുന്നുണ്ട്. അതുപോലെ നമ്മുടെ ആ ചർച്ചിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്ന സ്വർഗീയ സൈന്യങ്ങളുണ്ട്, ദൂതന്മാർ, അതുപോലെ സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾ, പുതുനിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിൻ്റെ ഹാബേൽ രക്തത്തെക്കാൾ ഗുണകരമായി സ്പീക്ക് ചെയ്യുന്ന യേശുവിൻ്റെ രക്തം, എല്ലാവരുടെയും ദൈവം ആയ ന്യായാധിപതി, സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭ, ഇതെല്ലാം കൂടെയാണ് നിൽക്കുന്നത്. അപ്പം നമ്മൾ അവിടെ നിന്നിട്ട് നമ്മൾ ആ പള്ളിയിൽ ധൂപം അങ്ങോട്ട് അർപ്പിച്ചിട്ട് പറയാണ്, പ്രാർത്ഥനയിൻ സമയമിതല്ലോ
മോർഗീവറുഗീസ് എന്ന് പറയുമ്പോൾ ഈ ഹെവൻലി അസംബ്ലി മുഴുവൻ നമ്മൾ ഭാവനയിൽ കാണുമ്പോൾ ഈ ഹെവൻലി അസംബ്ലി മുഴുവൻ എഴുന്നേറ്റ് ചെയ്ത് ക്ലാപ്പ് ചെയ്യുകയാണ്. ആരാ? ഗീവർഗീസ്. അവിടെ അസൂയില്ല, മത്സരമില്ല. പതിവിൻപാടി നിൻ കൂട്ടത്തലയായി പ്രാർത്ഥിക്ക. ഭയങ്കര പവർഫുള്ളാണ് പ്രിയപ്പെട്ടവര്. അതുകൊണ്ട് ഈ ശുശ്രൂഷകന്മാര് ഇപ്പം പലരും ഉഴപ്പന്മാരാ. എനിക്ക് മനസ്സിലാകുന്നില്ല എന്താ സംഭവിച്ചതെന്ന്. കാരണം ഈ പുതുപ്രവണതാ സഭകളുടെ അതിപ്രസരം കൊണ്ടും അവരുടെ തിയോളജിയുടെ അതിപ്രസരം കൊണ്ടും ഇതുകൊണ്ടൊന്നും കാര്യമില്ലെന്ന് എന്നൊക്കെ വെച്ചാൽ പിശാചിനെ ഓടിക്കുക, ഈ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളാണ് നമ്മുടെ പിതാക്കന്മാർ പഠിപ്പിച്ചിരിക്കുന്നത്. ഞാൻ വീണ്ടും ഗ്യാരണ്ടി ചെയ്യാണ്, 25 വർഷം പെന്തക്കോസ്ത് സഭയിൽ ഒരു പാസ്റ്ററായിട്ട് ഇരിക്കുകയും എല്ലാത്തരം ശുശ്രൂഷകളിൽ പങ്കെടുക്കുകയും, പ്രത്യേകിച്ച് ഞാൻ ഈ ചേമ്പ് ഒഴുങ്ങിയ വെള്ളം പോലെയുള്ള ഒരു ശുശ്രൂഷകളല്ല ചെയ്തുകൊണ്ടിരുന്നത്. വളരെ പവർഫുൾ ആയിട്ടുള്ള പെന്തക്കോസ്തിൽ എൻ്റെ നേരത്തെ സഹകരിച്ചിരിക്കുന്നവരോട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻട്രോ ചെയ്യാം. അപ്പം അതുകൊണ്ട് എല്ലാ തരത്തിലുള്ള സ്പിരിച്വൽ വാർഫെയറിലും എൻഗേജ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എൻ്റെ വ്യക്തിപരമായ കൺവിക്ഷനിൽ ക്രിസൻഡത്തിൽ, ക്രിസ്തീയ മണ്ഡലത്തിൽ ദ മോസ്റ്റ് പവർഫുൾ തിങ്, ഏറ്റവും ശക്തിയുള്ള സംഭവം ധൂവപ്രാർത്ഥനയാണ്. അതുകൊണ്ട് ധൂവപ്രാർത്ഥനയിൽ നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കണം. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് ഒരു ഡെലിവറൻസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ധൂവപ്രാർത്ഥന അല്പം മുമ്പോട്ട് കയറി നിന്ന് ധൂവപ്രാർത്ഥനയിൽ എൻഗേജ്ഡ് ആയിക്കൂ. ഷുവർലി നിങ്ങൾക്ക് വിടുതലുണ്ടാവും. പക്ഷേ നിങ്ങളുടെ പള്ളിയിലെ ആ ശുശ്രൂഷക്കാരന് ധൂവപ്രാർത്ഥനയിൽ വിശ്വാസം കാണത്തില്ലായിരിക്കും, ഒരുപക്ഷെ ധൂപം വേണ്ട വിധത്തിൽ നിറയ്ക്കുന്നില്ലായിരിക്കും, അല്ലെങ്കിൽ അവർ അലസമായിട്ട് ചില ആളുകൾ അത് ഈ വിട്ടുകൊടുക്കാതെ ചൊല്ലും. ഇപ്പം ഈ ചൊല്ലുന്നതിനകത്ത് റെൻഡറിങ്ങിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ചില ആൾ ചുമ്മാ ഉഴപ്പി അങ്ങോട്ട് നോ നോ നോ. അതായത് സുറിയാനി ഭാഷയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സുറിയാനി ഭാഷ അത് മറ്റൊരു ഭാഷയ്ക്കും ഇല്ലാത്തൊരു പ്രത്യേകത. ആ സെയിം ഇത് അറബി ഭാഷയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അത് സുറിയാനി ഭാഷയിൽ നിന്ന് ഇവോൾവ് ചെയ്ത് വന്ന ഭാഷയായതുകൊണ്ട്. കാരണം ഈ സുറിയാനി ഭാഷ അതിൻ്റെ ഫുൾ ഇതിൽ ചൊല്ലിയാൽ നമ്മുടെ കാലിൻ്റെ പെരുവിരൽ മുതൽ നമ്മുടെ നെറുക വരെയുള്ള മുഴുവൻ കോശങ്ങളും അതിൽ ഇൻവോൾവ് ആവും. അതുകൊണ്ട് പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും, അപ്പൊ ഈ 3 കാര്യം മീറ്റ് ചെയ്യിക്കാൻ, അപ്പൊ അതുകൊണ്ട് ധൂവപ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന, അത് നയിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികരും അതിൽ പങ്കെടുക്കുന്ന ശുശ്രൂഷകന്മാരും അതിൽ ഭാഗവാക്കുകളാകുന്ന വിശ്വാസികളുടെ സമൂഹം ശ്രദ്ധിക്കണം. ആ സമയത്ത് ദ ഫുൾ ശക്തിയിൽ, നിങ്ങളുടെ പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും ഓൾ ഹാർട്ടഡ്ലി നിങ്ങളുടെ മുഴുവൻ ശ്വാസവും എടുത്തിട്ട് വേണം ഇത് ചൊല്ലാൻ. ഞാനിത് തമാശ പറയുകയല്ല, നിങ്ങൾ അത്ഭുതകരമായ റിസൾട്ട് കാണും. അല്ലെങ്കിൽ ഞാനിവിടെയൊക്കെ തന്നെ കാണും. നിങ്ങൾ എന്നോട് പറ, ഒരു 3 ആഴ്ച നിങ്ങളുടെ പള്ളിയിൽ നിങ്ങൾ നിന്ന് ട്രൈ ചെയ്തിട്ട് എന്നെ വിളിച്ച് പറ, ഞാൻ ഗ്യാരണ്ടിയാണ്. ഉഴപ്പരുത്. സമയം തീരാറായല്ലോ, പെട്ടെന്ന് എന്തെങ്കിലും ഇതൊന്ന് ചൊല്ലി തീർത്തിട്ടുണ്ടോ? അവിടെയാണ്, അതാണ് ഏറ്റവും പവർഫുൾ സംഭവം. അവിടെയാണ് ഏറ്റവും വലിയ ശക്തി പുറപ്പെടുന്ന സമയമാണ്. യേശു കർത്താവ് പറഞ്ഞു, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. ആരാണ് എന്നെ തൊട്ടത്? അപ്പൊ ശക്തിയെ പ്രകോപിപ്പിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് ഞാനിത് സന്ദർഭവശാൽ പറഞ്ഞതേ ഉള്ളൂ. ധൂവപ്രാർത്ഥനയുടെ സമയത്ത് നിങ്ങൾ കൂടുതൽ ജാഗ്രതയുള്ളവരാകുക. അതുപോലെ നിങ്ങളുടെ പള്ളികളിൽ ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷക്കാർക്ക് നിങ്ങൾ താക്കീത് കൊടുക്കുക, നിർദ്ദേശങ്ങൾ കൊടുക്കുക. അത് ധൂവം വേണ്ട വിധത്തിൽ നിറയ്ക്കത്തക്ക വിധത്തിലുള്ള ക്രമീകരണങ്ങൾ ബഹുമാനപ്പെട്ട വൈദികരും ഈ കാര്യത്തിൽ ശ്രദ്ധിക്കുക. എന്നിട്ട് നിങ്ങൾ നോക്കുക, നിങ്ങളുടെ ഇടവകളിൽ നിന്ന് പിശാചുകൾ ബഹിഷ്കൃതമാകും, ഭിന്നതകൾ മാറിപ്പോകും, ശിഥിലമായ കുടുംബങ്ങൾ യോജിപ്പിലേക്ക് വരും, ശത്രുവിന്റെ അമ്പുകൾ പരാജയപ്പെടും, ലവ് ജിഹാദുകളൊക്കെ നിങ്ങളുടെ ഇടവകയിൽ നിന്ന് മാറിപ്പോകും. ഇത് നിങ്ങൾ ധൂവപ്രാർത്ഥനയിൽ ശ്രദ്ധിക്കണം. അപ്പൊ ഈ വിശുദ്ധന്മാരുടെ ആത്മാക്കൾ ഇറങ്ങി വരികയാണ്. ദേ ആർ റെഡി ടു ഹെൽപ്പ് യു. അവർ നിങ്ങളോടുകൂടെ പ്രാർത്ഥനയിൽ യോജിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. എന്നോടുകൂടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാമോ എന്ന് യേശു ചോദിച്ചപ്പോൾ യോഹന്നാനും യാക്കോബും പത്രോസും ഒക്കെ ഉറങ്ങി കേട്ടോ. ഈ പറഞ്ഞ ഫോൺ നമ്പർ തന്നിരിക്കുന്ന പ്രയർ ടവറുകാരൊന്നും നിങ്ങളെ പ്രാർത്ഥിച്ച് ഗുണപ്പെടുത്തത്തൊന്നുമില്ല. യേശുവിന് പോലും പ്രാർത്ഥിക്കാൻ അവസാനം ആത്മമണ്ഡലത്തിൽ നിന്ന് 2 പേരെ വിളിച്ചു വരുത്തി, മോശയും ഏലിയാവും. അതുകൊണ്ട് ഈ വാങ്ങിപ്പോയ വിശുദ്ധന്മാരും പിതാക്കന്മാരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും.
ഇന്ന് ബർസൗമയുടെ ഓർമ്മയാണ്. ബർസൗമയെ കുറിച്ച് നമ്മൾ കേട്ടു. ബർസൗമയുടെ ഓർമ്മ നമുക്ക് വലിയ അനുഗ്രഹമായി തീരട്ടെ. ആ പരിശുദ്ധ പിതാവിന്റെ പ്രാർത്ഥനകൾ നമുക്ക് കോട്ടയായി തീരട്ടെ. ഹൈമിനൂത്തോയിലെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി. എന്നെ കേട്ടു. Bakudus kudishin hauga oyommo ai kyodu shorios kinte dabarommo tamona talo ashro ലക്കോഹനമ്മ ഓനന്ദു ഹോശു ഓഹദോനഹു ആതാമോഹ സോഹൗമായിഹു ബ്രംശി ഹോശ് ബുക്കുബുസോ Atruku dishowaba walhi kulahun sakil rosahu പ്രിയപ്പെട്ടവരെ, എന്നെ അനേക ആളുകൾ പേഴ്സണൽ ഡെലിവറൻസിന് വേണ്ടി, ഫാമിലി ഡെലിവറൻസിന് വേണ്ടി ഒക്കെ വിളിക്കാറുണ്ട്, അഡ്വൈസുകൾ ചോദിക്കാറുണ്ട്. നാളുകളായി പ്രോട്ടിട്ട് ഈ പെന്റക്കോസ്റ്റൽ വിഭാഗത്തിലേക്ക് പോയി പ്രാർത്ഥിച്ചു, ഉപവസിച്ചു, കാത്തിരുന്നു. ദീർഘനാളുകളായിട്ട് നിങ്ങളുടെ വിഷയങ്ങൾക്ക് വിടുതലില്ലാത്ത ആളുകൾ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്, നിങ്ങൾ ദയവായി നിങ്ങളുടെ ഇടവക പള്ളിയിൽ പോവുക, ഈ ധൂവപ്രാർത്ഥനയിൽ ഒന്ന് പങ്കെടുക്കുക. ഇതിൽ ഹോൾ ഹാർട്ടഡ്ലി ഈ ധൂവപ്രാർത്ഥന ചെയ്യുന്ന ഏതെങ്കിലും വൈദികരുള്ള പള്ളിയെ കണ്ടുപിടിച്ചിട്ട് നിങ്ങളൊരു 3 ആഴ്ച ഒരു ധൂവപ്രാർത്ഥനയിൽ പങ്കെടുക്കുക. നിങ്ങൾക്ക് അത്ഭുതകരമായ വിടുതലുണ്ടാകും. ഇത് ഞാൻ ഷിബു പീഡിയേക്കൽ എന്ന ഞാൻ ക്രിസ്തു വർഷം 2020 ഫെബ്രുവരി മാസം 2-ാം തീയതി അമേരിക്കൻ സമയം രാത്രി 10:32 നിങ്ങൾക്ക് ഗ്യാരണ്ടി തരികയാണ്. ഇത് എൻ്റെ ഉറപ്പാണ്. ബിക്കോസ് ഐ ഹാവ് ദാറ്റ് കൺവിക്ഷൻ. നിശ്ചയമായിട്ടും വലിയ വിടുതലുണ്ടാകും. നിങ്ങൾ ഈ പലപ്പോഴും ഓർക്കുന്ന ഇവിടെ ഈ പവർ ഇല്ല, ഇവിടെ ഡെലിവറൻസ് ഇല്ല, നമ്മുടെ സുറിയാനി പള്ളിയിൽ ഒന്ന് നിന്ന അത്ഭുതങ്ങളും വിടുതലുകളും ഒന്നും കിട്ടുന്നില്ല, അവിടെ പോയാൽ വലിയ അത്ഭുതം ഉണ്ടെന്നൊക്കെ പറഞ്ഞാണ് അങ്ങനെയുള്ള പരസ്യങ്ങളൊക്കെ ഉണ്ട്. നിർഭാഗ്യവശാൽ ഇവിടുത്തെ കാര്യങ്ങളെ പറ്റി നമ്മൾക്കും നമ്മുടെ പല ആളുകൾക്കും വേണ്ടത്ര അറിവും ഗൗരവമില്ല. അതുകൊണ്ട് എല്ലാത്തരം ഡെലിവറൻസിനും ഈ ധൂവപ്രാർത്ഥനയിൽ അത് സംഭവിക്കും. അതുകൊണ്ട് ആ സമയത്ത് നിങ്ങൾ പ്രത്യേകിച്ച് ദയവായി ഈ മെസ്സേജ് പരമാവധി ആളുകൾക്ക് ഷെയർ ചെയ്യുക. അവരുടെയൊക്കെ ജീവിതത്തിൽ വലിയ വിടുതലുണ്ടാകട്ടെ. നിങ്ങൾ മടങ്ങുക, സുറിയാനിക്കാർ മടങ്ങുക. നമ്മൾക്ക് വലിയ കോട്ട അവിടെയാണ്. അവരുടെ പ്രാർത്ഥനയാണ് നമുക്ക് കോട്ടയായിരിക്കുന്നത്. കോട്ടകളിലേക്ക് മടങ്ങുക. ആ കോട്ടകളിൽ നിന്ന് വലിയ ശക്തി പുറപ്പെടട്ടെ. ആത്മീയ ആയുധങ്ങൾ അവിടെ നിന്ന് മിന്നൽ പോലെ പ്രസരിക്കപ്പെടട്ടെ. എല്ലാ ശത്രുവിന്റെ പോരാട്ടങ്ങളും മാറിപ്പോകട്ടെ. നിങ്ങൾക്ക് പേഴ്സണൽ ഡെലിവറൻസ്, ഫാമിലി ഡെലിവറൻസ്, നിങ്ങൾക്ക് ഒരു ഇടവകയായിട്ടുള്ള ഡെലിവറൻസ്, ബ്ലെസ്സിങ്സ് ഉണ്ടാകുവാൻ ഈ ധൂവപ്രാർത്ഥനയിൽ ശ്രദ്ധിക്കുക. വീണ്ടും വീണ്ടും ഇതേ കാര്യം പറയുന്നതിൽ എനിക്ക് മടുപ്പില്ലെന്ന് പൗലൂസ് പറഞ്ഞ പോലെ ഈ കാര്യം ഒരിക്കൽ കൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നതിൽ എനിക്ക് മടുപ്പില്ല. എല്ലാ വിശുദ്ധന്മാരുടെയും പ്രാർത്ഥന, മഹാഭാഗ്യവതിയും ദൈവമാതാവുമായ പരിശുദ്ധ കന്യാമറിയാം അമ്മയുടെയും എല്ലാ വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകൾ നമുക്ക് കോട്ടയായിരിക്കട്ടെ. ഇന്നത്തെ ഈ പ്രത്യേക ദിവസത്തിൽ നോയമ്പ് ആരംഭിക്കുകയാണ്. അതുപോലെ തന്നെ ബർസോമയുടെ ഓർമ്മയാണ്. ആ പിതാവിന്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ഒരിക്കൽ കൂടെ സ്മരണ പുഷ്പങ്ങൾ അർപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനകൾ നമുക്ക് നിശ്ചയമായിട്ട് കോട്ടയായിരിക്കട്ടെ. മേ ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്. ദൈവം നിങ്ങൾ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സ്മൃതരാ
പരിഹാരം നാഥാ നീയേക. കുറവുകൾ പോക്കുക മശിഹാസൂരോ. നാഥാ വിമലാത്മാവാ ദേവാ പാപം പോക്കി മുഖകാന്തിയതേക. ഇപ്പൊ മറക്കണ്ട, ഇന്ന് നോയമ്പ് ആരംഭിക്കുകയാണ്. ഈ നോയമ്പ് എടുക്കുക. പരിശുദ്ധ നോയമ്പ് സമാധാനത്താലെ വരിക. മേ ഗോഡ് ബ്ലസ് യു.